പഴയ കാലത്തേക്ക് പോകുന്നത് പലപ്പോഴും വയസ്സാകുന്നതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ പഴയ കാലങ്ങളെക്കുറിച്ച് ഓർമ്മയുള്ളവരും പലതും പറയാറില്ല. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, മുഖ്യമന്ത്രി പിണറായി ആയാലും KPCC പ്രസിഡന്റ് സുധാകരനായാലും എല്ലാം അവരുടെ പഴയ കാലത്തെ വീരചരിതങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അത് വാർത്തയാകാറുമുണ്ട്. പക്ഷേ അങ്ങനെ പറയാൻ ചരിത്രമുള്ള, മനസ്സിൽ കവിതയുള്ള എന്നാൽ കവിത എഴുതാതെ നടക്കുന്ന, കഥയുള്ള എന്നാൽ കഥ എഴുതാതെ നടക്കുന്ന ഒരു വലിയ വിഭാഗം ജനത നമുക്കിടയിലുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരാൾ ആണ് എന്ന് സ്വയം അവകാശപ്പെടുകയില്ല. പക്ഷേ ഈ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ SFIയുടെ ഇടിമുറി രാഷ്ട്രീയമാണല്ലോ ഇന്ന് വലിയ ചർച്ച. ഇടിമുറി രാഷ്ട്രീയത്തെക്കുറിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചപ്പോൾ തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രമുഖരായ CPM നേതാക്കളെല്ലാം ബിനോയ് വിശ്വത്തിനെതിരെ വലിയ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഓർമ്മ വരുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ കാലത്ത് SFIയുടെ വിദ്യാർത്ഥി നേതാവായിരുന്ന കാലത്തെ അനുഭവങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി പറഞ്ഞതുപോലെ ബർണൻ കോളേജിൽ ഊരിപ്പിടിച്ച കത്തിയുടെയും മറ്റും നടുവിലൂടെ ഒക്കെ നടന്നു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത്തരം അനുഭവങ്ങൾ അക്കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. MA ബേബി സംസ്ഥാന പ്രസിഡൻറ്റും കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയും ആയിരുന്ന കാലം. ആ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ തോൽവി, ഇന്ദിരാഗാന്ധി തോറ്റു കഴിഞ്ഞ് പ്രതിപക്ഷ സർക്കാർ വരികയും ആ സർക്കാർ ഇന്ദിരാഗാന്ധിയെ ജയിലിലടക്കുകയും ചെയ്ത സന്ദർഭം. ആ സന്ദർഭത്തിലാണ് തിരുവനന്തപുരത്തെ INTUCക്കാർ ഭീകരമായ ആക്രമണം യൂണിവേഴ്സിറ്റി കോളേജിൽ നടത്തിയത്. കാരണം അന്ന് ചാല കമ്പോളത്തിൽ പേയാടൻ എന്ന ഒരു കുപ്രസിദ്ധ ഗുണ്ടയുണ്ടായിരുന്നു. 2 കൊലക്കേസിൽ പ്രതിയായ പേയാടൻ വന്നു എന്ന് കേട്ടാൽ എല്ലാവരും ഭയപ്പെടും. SFIക്കാരും CITUക്കാരും എല്ലാം ഭയപ്പെടും. അങ്ങനെ പേയാടൻ്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് INTUCക്കാർ കോളേജ് വളഞ്ഞു. SFIക്കാരെ പൊതിരെ തല്ലി. അന്ന് പേയാടനും സംഘവും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ 2 ഗേറ്റിലും കാവൽ നിൽക്കുമ്പോൾ നമ്മുടെ SFIക്കാരുടെ സുരക്ഷയ്ക്കായി സാധാരണ വരിക പാളയം മാർക്കറ്റിലെ CITUക്കാരാണ്. പിന്നീട് വരിക ചെമ്പഴന്തി കോളേജിൽ അന്ന് വിദ്യാർത്ഥിയായിരുന്ന ഇന്നത്തെ മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ആർട്സ് കോളേജിലെ നേതാവായിരുന്ന രാജശേഖരൻ്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ്. അങ്ങനെ ആ സംഘം വരുന്നതുവരെ ശ്വാസമടക്കി പുറത്തിറങ്ങാൻ കഴിയാതെ യൂണിവേഴ്സിറ്റി കോളേജിലെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം കഴിഞ്ഞിരുന്ന സമയം. അപ്പോൾ ഈ വിവരം പാളയത്തെ CITU സംഘത്തെ അറിയിക്കാൻ ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് പോകണം. ആർക്കും ധൈര്യമില്ല. അന്നത്തെ SFIയുടെ പ്രമുഖ നേതാവ് തോമസ് എബ്രഹാം അടക്കം എല്ലാവരും കോളേജിനകത്തുണ്ട്. KSU നേതാക്കളായിരുന്ന ചെറിയാൻ ഫിലിപ്പും സംഘവും കോളേജിനകത്തുണ്ട്. അപ്പോൾ ഇരുചേരികളായി SFIക്കാരും KSUക്കാരും അകത്ത് ഏറ്റുമുട്ടുന്ന അന്തരീക്ഷം. പുറത്ത് INTUCക്കാർ നിൽക്കുന്നത് കൊണ്ട് KSUക്കാർക്ക് അതിൻ്റെ ധൈര്യം, SFIക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് ദുർബലരായി നിൽക്കുകയായിരുന്നു SFI. ആ സമയത്ത് തോമസ് എബ്രഹാമിൻ്റെ ഒരു കത്തുമായി പാളയം മാർക്കറ്റിലേക്ക് ആര് പോകും എന്ന ചോദ്യമുണ്ടായി. ആർക്കും പോകാൻ ധൈര്യമില്ല. കാരണം പേയാടനും സംഘവും കത്തിയും വടിയുമായി നിൽക്കുകയാണ്. അപ്പോൾ അന്ന് എല്ലാവരോടും സൗഹൃദമുണ്ടായിരുന്ന കോളേജ് യൂണിയൻ ചെയർമാൻ എന്ന നിലയിൽ
കെ എസ് യുക്കാർ എന്നെ ആക്രമിക്കില്ല എന്നൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ആ ധൈര്യം വിശ്വാസത്തിലെടുത്തുകൊണ്ട് കത്തുമായി ഈ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന അക്രമികളുടെ ഇടയിലൂടെ നടന്ന് പാളയം മാർക്കറ്റിലേക്ക് പോയി. അവർ എന്നെ തടഞ്ഞു നിർത്തി. പരിശോധിച്ചാൽ കിട്ടാൻ പോകുന്നത് അവരെ തല്ലാൻ CITUകാരെ എത്താൻ പറഞ്ഞുകൊണ്ടുള്ള കത്താണ്. യഥാർത്ഥത്തിൽ ഭയന്ന് വിറച്ച് തന്നെയാണ് അവരുടെ നടുവിലൂടെ അന്ന് നടന്നു പോയത്. എന്തായാലും ചെറിയാൻ ഫിലിപ്പ് അടക്കമുള്ള KSU നേതാക്കൾക്ക് എന്നോടുണ്ടായിരുന്ന ഒരു സ്നേഹമോ അനുതാപമോ ഒക്കെ കൊണ്ടാവാം ആരും എന്നെ ഒന്നും ചെയ്തില്ല, ഒന്നും ചോദിച്ചില്ല. ഞാൻ പോവുകയും ആ കത്ത് CITU നേതാക്കളെ ഏൽപ്പിക്കുകയും വൈകാതെ CITU സംഘം എത്തിയതോടെ INTUCക്കാർ ഇരു കൂട്ടരും തുല്യ ശക്തികളായി മാറിയതോടെ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയും അന്നത്തെ സംഘർഷം ഒഴിവാകുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് പിന്നീട് ഓർമ്മ വരുന്നത്, ഇതിന് ശേഷം ഒരു ദിവസം രാവിലെ കോളേജിലെത്തുമ്പോൾ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ എതിർവശത്ത് സംസ്കൃത കോളേജിൻ്റെ മുന്നിലാണെന്ന് അറിയുമല്ലോ. അപ്പോൾ സംസ്കൃത കോളേജിൽ അന്ന് സെക്രട്ടേറിയറ്റിലെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഒരു മുറിയുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത് കൊണ്ട് അതിന് രാത്രി പോലീസ് കാവലുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ടാണ് മലയാളം, സംസ്കൃതം, ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റുകൾ. അപ്പോൾ രാത്രിയിൽ ആരോ കോളേജിന് തീ വെച്ചത് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൂലയ്ക്കായിരുന്നു. ഞാനെല്ലാം ഇരുന്ന് പഠിച്ചിരുന്ന ക്ലാസിൻ്റെ മൂലയിൽ തന്നെയാണ് തീ വയ്ക്കുന്നത്. ആ തീ ആളി പടർന്നപ്പോൾ ഈ ശിവൻകുട്ടി നായർ എന്ന പോലീസുകാരൻ അത് കാണുകയും പോലീസിൽ അറിയിക്കുകയും ഫയർഫോഴ്സിൽ അറിയിക്കുകയും ഫയർഫോഴ്സ് വന്ന് ആ തീ അണയ്ക്കുകയും ചെയ്തു. അപ്പോൾ പിറ്റേന്ന് രാവിലെ അത് വലിയ വാർത്തയായി. അന്ന് EK നയനാർ മുഖ്യമന്ത്രിയും TK രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും ആയിരുന്ന കാലം. ലീഡർ K കരുണാകരൻ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് തീ വെച്ചത് KSUക്കാരാണ്, INTUCക്കാരാണ്, അതിനു മുമ്പ് നടന്ന INTUCൻ്റെ ആക്രമണത്തിൻ്റെ തുടർച്ചയാണ് എന്ന് ഞങ്ങൾ പ്രചരിപ്പിക്കുകയും KSUക്കാർക്കെതിരെ പ്രതിഷേധ സമരം നടത്തുകയും എല്ലാം ചെയ്തു. അപ്പോൾ മലയാളം വിദ്യാർത്ഥി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സ്പർശിച്ചത് ചങ്ങമ്പുഴയുടെ ഒറിജിനൽ കൃതികളും കാളിദാസ കൃതികളും ഒക്കെ അടങ്ങുന്ന വലിയ ലൈബ്രറി, അത് അഗ്നിബാധയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ പോലീസുകാരനാണ്. അതുകൊണ്ട് പോലീസുകാരനെ എന്തായാലും അഭിനന്ദിക്കണം എന്ന് കോളേജ് യൂണിയൻ തീരുമാനിക്കുകയും SFI യൂണിറ്റ് തീരുമാനിക്കുകയും അങ്ങനെ അന്നത്തെ പോലീസ് കമ്മീഷണറായിരുന്ന ഒരു കൃഷ്ണൻകുട്ടി നായർ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ പോലീസുകാരനെ വിട്ടുതരണമെന്നും അദ്ദേഹത്തിനെ ഞങ്ങൾ അനുമോദിക്കുകയാണെന്നും അറിയിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാനും കോളേജിന് ഉച്ചയ്ക്ക് ശേഷം അവധി നൽകാനും തീരുമാനിച്ചു. അപ്പോൾ കോളേജ് തീ വെച്ചത് KSUക്കാരാണ് എന്ന നിലയിൽ SFI വലിയ പ്രചരണവും പ്രക്ഷോഭവും ഒക്കെ നടത്തി. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവായിരുന്ന K കരുണാകരൻ പത്രസമ്മേളനം നടത്തി ഇത് TK രാമകൃഷ്ണൻ്റെ പോലീസിനെ SFI അഭിനന്ദിക്കുന്നത് SFIക്കാർ തന്നെയാണ് കോളേജ് തീ വെച്ചത്, എന്നിട്ട് പോലീസിനെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ തീവയ്പ്പിന് പിന്നിൽ SFIക്കാർ തന്നെയാണ് എന്ന് ലീഡർ പത്രസമ്മേളനം നടത്തി. അതോടെ അത് വലിയ ചർച്ചയായി. അപ്പോൾ ഈ പോലീസുകാരനെ അഭിനന്ദിക്കാനുള്ള ചടങ്ങ് ഏതാണ്ട് 2 മണിയോടെ തുടങ്ങാനിരിക്കെ അന്നത്തെ നേതാക്കൾ കോളേജിലെത്തി. ബേബിയും കോടിയേരിയും ആറ്റിങ്ങൽ സുഗുണനും തോമസ് അബ്രഹാം ഒക്കെ അടക്കമുള്ള നേതാക്കളെത്തി. അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് ഈ ചടങ്ങ് നടക്കാൻ പാടില്ല, കാരണം ഇത് തീ വെച്ചത് SFIക്കാരാണെന്ന് കരുണാകരൻ പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പോലീസുകാരനെ അഭിനന്ദിക്കുകയൂടി ചെയ്താൽ ഇത് ആ ആരോപണം ശരിവയ്ക്കപ്പെടും, അതുകൊണ്ട് പരിപാടി നടത്താൻ പാടില്ല, പരിപാടി റദ്ദാക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ യൂണിയൻ ചെയർമാൻ എന്നുള്ള നിലയിൽ SFI നേതാവാണെങ്കിലും ഞാൻ അവരോട് പറഞ്ഞു, ഒരിക്കലും അത് നടക്കില്ല, കോളേജ് യൂണിയൻ്റെ തീരുമാനമാണ്, പ്രിൻസിപ്പൽ അനുമതി നൽകിയതാണ്, കോളേജിന് അവധി നൽകിയിരിക്കുകയാണ്, പരിപാടി എന്തായാലും നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ചെയർമാൻ എന്നുള്ള നിലയിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറി നിൽക്കാം, എന്നിട്ട് നമുക്ക് പരിപാടി നടത്താം, പ്രിൻസിപ്പൽ അധ്യക്ഷയാവട്ടെ. അതും അവർ സമ്മതിച്ചില്ല. അപ്പോൾ പരിപാടി നടത്തിയാൽ കൈകാര്യം ചെയ്യും എന്ന നിലയിലേക്ക് നേതാക്കൾ സംസാരിച്ചു. അതോടുകൂടി അന്നത്തെ ആ ചെറുപ്പത്തിൻ്റെ യുവത്വത്തിൻ്റെ അഹങ്കാരം ഉള്ള കാലമാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പരിപാടി എന്തായാലും നടത്തും, ആരെതിർത്താലും SFI നേതൃത്വം എതിർത്താലും പരിപാടി നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ പരിപാടി നടക്കുന്നതിന് മുമ്പ്, ആരംഭിക്കുന്നതിന് മുമ്പ്, അന്ന് SFIയുടെ അറിയപ്പെടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സംഘം, നമ്മുടെ ശിവൻകുട്ടി അടക്കം, അതുപോലെ നമ്മുടെ രാജശേഖരൻ അടക്കം ഉള്ള ആളുകളൊക്കെ അവിടെ എത്തി. അപ്പോൾ എന്തായാലും പരിപാടി ശാന്തമായി നടക്കില്ല, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുമെന്ന് മണത്തറിഞ്ഞപ്പോൾ എനിക്ക് വ്യക്തിപരമായി ഉണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ച് ഞാൻ നമ്മുടെ കോളേജിൽ എന്താ പറയുക, നല്ല തണ്ടും തടിയുമുള്ള ആരോഗ്യമുള്ള നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാം തന്നെ വിളിച്ച് 4 വാതിലിലും സെൻറ്റനറി ഹാളിൻ്റെ 4 വാതിലിലും നിർത്തി പരിപാടി ആരംഭിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഈ പരിപാടി ആരംഭിച്ച് എൻ്റെ പ്രസംഗം, അധ്യക്ഷ പ്രസംഗം ആരംഭിക്കുമ്പോൾ മുൻനിരയിൽ ഈ നേതാക്കളെല്ലാം ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ ശിവൻകുട്ടി നായർ എന്ന് പറയുന്ന പോലീസുകാരൻ ജനിച്ചതൊരു പോലീസുകാരനായിട്ടല്ല, അദ്ദേഹം ഒരു ജോലി എന്നുള്ള നിലയിൽ പോലീസുകാരനായതാണ്. ഒരു നല്ല കാര്യം ചെയ്തു, അതിനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഒരു അയൺ ബോക്സാണ് അന്ന് ഈ പോലീസിൻ്റെ വേഷം, ഇന്നത്തതുപോലെ പാൻസ് അല്ല, നിക്കറാണ്. അപ്പോൾ ട്രൗസറും ഷർട്ടുമാണ് അന്നത്തെ വേഷം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അയൺ ബോക്സാണ് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി വാങ്ങിയത്. അപ്പോൾ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു, അന്ന് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന വലിയ മുത്തശ്ശി മാവുണ്ടായിരുന്നു. ആ മാവിൻ്റെ ചുവട്ടിലിരുന്ന് പ്രേമിച്ച കുറ്റത്തിന് ചങ്ങമ്പുഴയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പുറത്താക്കിയിരുന്നു. കാരണം MA വിദ്യാർത്ഥിയായിരുന്ന ചങ്ങമ്പുഴ പ്രേമിച്ച കുറ്റത്തിന് ചങ്ങമ്പുഴയെ പാർട്ടി പുറത്താക്കിയപ്പോൾ ആ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റിയിൽ CJ തോമസ് അന്നതിൽ പ്രതിഷേധിച്ചു. അപ്പോൾ പ്രതിഷേധിച്ച് CJ തോമസ് അന്ന് ആ കമ്മിറ്റിക്കകത്ത് പറഞ്ഞത്, സ്നേഹത്തിന്, പ്രേമത്തിന് ഈ കുന്തം എതിരാണെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ദാസ് ക്യാപിറ്റൽ, അന്ന് ഇന്നത്തെ കമ്മിറ്റികൾ പോലെയല്ല, കാരണം നമ്മുടെ മാർഷ്യൻ സാഹിത്യമെല്ലാം എല്ലാ പാർട്ടി ഓഫീസിലും ഉള്ള കാലമാണ്. ദാസ് ക്യാപിറ്റൽ എടുത്ത് മേശപ്പുറത്തേക്ക് ഇട്ടുകൊണ്ട്, സ്നേഹത്തിന്, പ്രേമത്തിന് ഇതെതിരാണെങ്കിൽ ഈ കുന്തം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് CJ തോമസ് ഇറങ്ങിപ്പോയ കഥ അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസി തോമസ് എഴുതിയ ഇവൻ എൻ്റെ പ്രിയ CJ എന്ന പുസ്തകത്തിലും അനുസ്മരിച്ചിട്ടുണ്ട്, CJയും എഴുതിയിട്ടുണ്ട്. അത് ആ വരികളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അത് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കും പറയാനുള്ളത് ഇതുതന്നെയാണ്. എൻ്റെ നേതാക്കൾ ഈ ശിവൻകുട്ടി നായർ എന്ന പോലീസുകാരനെ അഭിനന്ദിച്ചതിൻ്റെ പേരിൽ നടപടിയെടുക്കുകയാണെങ്കിൽ ഈ സ്നേഹത്തിന്, മനുഷ്യ സ്നേഹത്തിന് എതിരാണ് ഈ കുന്തമെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അന്ന് വൈകുന്നേരത്തോടെ SFI സ്റ്റേറ്റ് കമ്മിറ്റി നടപടി എടുത്തു. ഞങ്ങളെ പുറത്താക്കാനായി, സസ്പെൻഡ് ചെയ്യാനായിരുന്നു തീരുമാനം. അപ്പോൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു. കാരണം SFI സ്ഥാനാർത്ഥികളായി ജയിച്ച ഞങ്ങളാരും പിന്നെ ഈ യൂണിയനിൽ തുടരുന്നതിൽ അർത്ഥമില്ല, ഞങ്ങൾ രാജിവെക്കാൻ തീരുമാനിച്ചു. അന്ന് SFI നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കലാകൗമുദി എഡിറ്ററായിരുന്ന NRS ബാബു സാർ ഞങ്ങളെ വിളിക്കുകയും രാജിവെക്കാനുള്ള തീരുമാനം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് കലാകൗമുദി ന്യൂസ് എന്ന സായാഹ്ന പത്രമുണ്ടായിരുന്ന കാലമാണ്. അന്നത്തെ സായാഹ്ന പത്രത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ചെയർമാനടക്കം രാജിവെക്കുന്നു എന്ന വാർത്തയായിരുന്നു ലീഡ് വാർത്ത. അപ്പോൾ ആ വാർത്ത കൂടി വന്നപ്പോൾ അത് വലിയ പ്രശ്നമായി. അപ്പോൾ എന്തായാലും ഞങ്ങളെ പുറത്താക്കും എന്നുറപ്പായി. അപ്പോൾ പുറത്താക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അന്നത്തെ ജനറൽ സെക്രട്ടറി ഒരു രമേശനായിരുന്നു. അപ്പോൾ രമേശൻ
ഈ നേതൃത്വത്തിനോടൊപ്പമായിരുന്നു. ബാക്കി ഏതാണ്ട് 13 പേരും ഞങ്ങളോടൊപ്പമായിരുന്നു. അന്ന് യൂണിയനിലുണ്ടായിരുന്ന എസ് സുധീർ, ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്ന സുധീർ, അതുപോലെ തന്നെ എം സുബൈർ, പിന്നെ സതീഷ് ചന്ദ്രബാബു തുടങ്ങി ഞങ്ങളുടെ സംഘം എല്ലാം തന്നെ രാജിവെക്കാൻ തീരുമാനിക്കുകയും രാജിക്കത്ത് പ്രിൻസിപ്പലിന് നൽകുകയും ചെയ്തിരുന്നു. ഈ പറയാൻ പോകുന്നതാണ് ഈ സംഭവത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു സംഗതി. അപ്പോൾ രാത്രിയിൽ ഒന്ന് കോളേജ് യൂണിയൻ ഓഫീസുണ്ട്. ആ യൂണിയൻ ഓഫീസാണ് പിന്നീട് ഇടിമുറിയായി മാറി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയെക്കുറിച്ച് വാർത്തയൊക്കെ വന്നത്. പക്ഷേ ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന യൂണിയൻ ഓഫീസ് യഥാർത്ഥത്തിൽ സാഹിത്യ ചർച്ചയുടെയും സംഘടനാ പ്രവർത്തനത്തിൻ്റെയും യൂണിയൻ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഒരു കേന്ദ്രം മാത്രമായിരുന്നു. കാരണം മാഗസിൻ ഇറക്കുക, അത്തരം പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ രാത്രിയിൽ അന്ന് ഒരു സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ച് കോളേജ് യൂണിയൻ്റെ താക്കോൽ തിരിച്ചു കൊടുത്തത് ഈ ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് മടക്കി വാങ്ങി. എന്നിട്ട് രമേശിനോട് പറഞ്ഞു, രാജിവെച്ചെങ്കിലും ഇന്നൊരു ദിവസം കൂടി ഇവിടെ രാത്രി ക്യാമ്പ് ചെയ്യട്ടെ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ ഈ രാജിവെച്ച സംഘം, ഞാനും സുധീറും സുബൈറും സതീഷ് ചന്ദ്രബാബുവും CN ഹരിയും അടക്കമുള്ള സുരേഷും ഒക്കെ അടക്കമുള്ള ഒരു സംഘം തിരിച്ച് വന്ന് യൂണിയൻ ഓഫീസിൽ കിടക്കുമ്പോൾ യൂണിയൻ ഓഫീസിൻ്റെ ജനാലകൾക്ക് അഴികളില്ല. കാരണം ജനാല തുറന്നു വെച്ചാലേ ഉറങ്ങാൻ കഴിയൂ, അന്ന് ഫാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ജനാലകൾ തുറന്നു വെച്ച് ഞങ്ങൾ കിടക്കുമ്പോൾ രാത്രി ഈ സുബൈർ ഇടയ്ക്ക് എഴുന്നേറ്റിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എന്താ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭയങ്കര കൊതുക് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു സംശയം വന്നു. കാരണം സുബൈർ പേടിച്ചിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. കാരണം ഞങ്ങൾ രാജിവെച്ച സ്ഥിതിക്ക് ഞങ്ങളെ SFI കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ളൊരു പേടി സുബൈറിനുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ഞാൻ അപ്പോൾ തന്നെ കോളേജിൻ്റെ ദഫേദാറെ പോയി കണ്ടു. അപ്പോൾ ദഫേദാറ കയ്യിൽ നിന്ന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താക്കോൽ വാങ്ങി. അപ്പോൾ നമ്മളെ വിഷ്ണുനാരായണൻ നമ്പൂതിരിയും ഹൃദയകുമാരിയും നരേന്ദ്രപ്രസാദും ഒക്കെ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടെ അധ്യാപകരുടെ സ്റ്റാഫ് റൂമിൽ വലിയ ടേബിളുണ്ട്. ആ ടേബിളിൽ വേണമെങ്കിൽ 10-20 പേർക്ക് കിടക്കാം. ഫാനുകളുമുണ്ട്, 2 ഫാനുകളുമുണ്ട്. അപ്പോൾ ഞാൻ ദഫേദാറോട് പറഞ്ഞു, ഇവിടെ ഭയങ്കര കൊതുകാണ്, ഞങ്ങൾ അവിടെ പോയി കിടക്കാം എന്ന് പറഞ്ഞ് താക്കോല് വാങ്ങി. അപ്പോൾ ദഫേദാർ രഹസ്യമാണ്, സാറാരോടും പറയരുതെന്ന് പറഞ്ഞ് താക്കോല് വന്ന് ഞങ്ങൾ അവിടെ പോയി അവിടെ കിടന്നു. അപ്പോൾ അകത്ത് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ദഫേദാറോട് പറഞ്ഞു, രാത്രി ആര് വന്ന് വിളിച്ചാലും ഞങ്ങളില്ല എന്ന് പറയണം, ഞങ്ങളിവിടെ വന്നില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ രാത്രിയിൽ ഒരു 2 മണി കഴിഞ്ഞ് കാണും. 2 മണി കഴിഞ്ഞപ്പോൾ ആരോ വാതിലിൽ മുട്ടി. നോക്കുമ്പോൾ ദഫേദാറാണ്. സാറ് പറഞ്ഞതുപോലെ ഒരു സംഘം വന്നു. അവർ യൂണിയൻ ഓഫീസിനകത്തെല്ലാം കയറി വാതിലൊക്കെ ചവിട്ടി പൊളിച്ചിട്ട് പോയി. അപ്പോൾ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞില്ല, രാവിലെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടി ഞാൻ ദഫേദാറോട് ചോദിച്ചു, ആ കൂട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലും കണ്ടിരുന്നു എന്ന് ചോദിച്ചു. ഒരാൾ സാറിനോടൊപ്പം പലപ്പോഴും കണ്ടിട്ടുള്ള ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ രാത്രി സത്യം പറഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടുകയായിരുന്നു. അതായത് CITUകാരോടൊപ്പം ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് അന്ന് ആ സംഘം വന്നത്. അതിൽ നമുക്കറിയുന്ന നമ്മളോടൊപ്പം ഉള്ള ഒരു സഖാവുണ്ടായിരുന്നു. പിന്നെ അത് ആരാണെന്ന് കണ്ടെത്താൻ പിറ്റേ ദിവസം ദഫേദാറോട് ഞാൻ പറഞ്ഞു, ഇനി എപ്പോഴെങ്കിലും പകൽ സമയത്ത് അയാളെ കണ്ടാൽ എനിക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ തരണം എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വൈകുന്നേരം പതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പുൽത്തകിടിയിൽ ഞങ്ങളിരിക്കുമ്പോൾ, ഞങ്ങൾ 5-6 പേരായി ഇരിക്കുന്നു. പല പുറത്തുനിന്ന് വന്ന സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ ഈ ദഫേദാർ തൊട്ടടുത്ത് വന്ന് തലചൊറിഞ്ഞ് കാണിച്ചു. തലചൊറിഞ്ഞ് പൊന്നുസ്വാമി എന്നായിരുന്നു ദഫേദാറുടെ പേർ. തലചൊറിഞ്ഞ് കാണിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞങ്ങളെ സംഘത്തിലേക്ക് നോക്കി. ഞങ്ങളെ സംഘത്തിലപ്പോൾ പുറത്തു നിന്നുള്ള ഒരാൾ മാത്രമാണ് അപ്പോൾ പുൽപ്പുറത്ത് ഇരുന്നിരുന്നത്. അത് ആർട്സ് കോളേജിൽ നിന്നുള്ള രാജശേഖരനായിരുന്നു. അപ്പോൾ രാജശേഖരൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘം വന്നതെന്ന് വ്യക്തമായി. പക്ഷേ ഞങ്ങൾ തിരിച്ചു ചോദിക്കാനോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രതികാരം ചെയ്യാനോ ഒന്നും ഞങ്ങളും ശ്രമിച്ചില്ല.
കാരണം സംഘടനയോട് ഏറ്റുമുട്ടാൻ അന്ന് ഞങ്ങൾക്ക് ശക്തിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറേ ദിവസങ്ങളല്ല, ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന കാലം. പാരലൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു വൈകുന്നേരം സ്റ്റാച്യുവിൽ മാധവരാജയുടെ പ്രതിമയുടെ അരികിലേക്ക് നടന്നു പോകുമ്പോൾ അവിടുത്തെ ആ ബസ് സ്റ്റോപ്പിൽ മുക്കോടൻ മെയിൻസിൻ്റെ മുന്നിൽ രാജശേഖരൻ നിൽക്കുന്നു. അപ്പോൾ രാജശേഖരൻ പെട്ടെന്ന് തന്നെ കൈ കണ്ടു കാണിച്ചു, ഒന്ന് നിൽക്കാൻ പറഞ്ഞു. ഞാൻ നിന്നില്ല. കാരണം അപ്പോഴത്തേക്ക് അറിയപ്പെടുന്ന ഒരു മദ്യപാനിയായി മാറിയിരുന്നു രാജശേഖരൻ. പാർട്ടിയിൽ നിന്ന് രാജശേഖരൻ പുറത്താക്കപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ കാശ് ചോദിക്കാനാവും എന്ന് വെച്ച് ഞാൻ വേഗത്തിൽ നടന്നു. അപ്പോൾ പറഞ്ഞല്ല, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ട്യൂട്ടേഴ്സ് ലൈനിലേക്ക് നടന്നു. അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് രാജശേഖരൻ വളരെ വിഷമത്തോടെ പറഞ്ഞു, അന്ന് ആ കോളേജ് തീ വെച്ച സംഭവത്തെക്കുറിച്ച് പറയാനുണ്ട്. കാരണം അന്ന് യഥാർത്ഥത്തിൽ ആ തീവെപ്പ് നടത്തിയത് എൻ്റെ നേതൃത്വത്തിലായിരുന്നു. നേതൃത്വം പറഞ്ഞിട്ടാണ് ഞങ്ങളത് ചെയ്തത്. അതറിയാതെയാണ് ജഗദീഷും കൂട്ടരും KSUവിനെതിരെ സമരം പ്രഖ്യാപിച്ച് KSUക്കാർ തീവെച്ചു എന്ന് പ്രചരണം അത് SFI ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ അത് ഒരു കുറ്റബോധമായി മനസ്സിൽ കിടക്കുകയാണ്, അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ വിഷമത്തോടെയാണ് രാജശേഖരൻ അത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനത് വിശ്വസിച്ചില്ല. അത് എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഒരു ഞെട്ടലോടെയാണ് ഞാൻ ആ ഒരു കാര്യം കേട്ടത്. കാരണം ആ സമയം വരെയും, കാരണം ആ തീവെപ്പ് നടന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് നമ്മുടെ ആളുകൾ തന്നെയാണ് അത് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ VS അച്യുതാനന്ദൻ മലമ്പുഴയിൽ ആദ്യ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലം, എനിക്ക് തോന്നുന്നു 2006 തോന്നുന്നു. 2006 VS മത്സരിക്കുന്ന ആ സമയത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന കാലത്ത് ചാക്ക ITയിലെ നേതാവായിരുന്ന ഷാജി, പിന്നീട് ഷാജി NGO യൂണിയൻ്റെയൊക്കെ വലിയ പ്രമുഖ നേതാവായിരുന്നു. ഷാജി കേരളകൗമുദി ആഫീസിലേക്ക് കയറി വന്നു. കാരണം VSൻ്റെ ഒരു ആരാധകനായിരുന്നു ഷാജി. അപ്പോൾ VSുമായി എനിക്ക് അടുപ്പമുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി ആവണം ഷാജി കേരളകൗമുദിയിലേക്ക് കയറി വരികയും കുറച്ചു നേരം ആഫീസിലിരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ പല വർത്തമാനങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മുടെ അന്നത്തെ പഴയ തീവെപ്പ് സംഭവത്തെക്കുറിച്ച്. അന്ന് യഥാർത്ഥത്തിൽ ആ സംഘത്തിൽ, അന്ന് രാത്രി വന്ന സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ആ അന്നത്തെ തീവെപ്പ് നടത്തിയത് ഞങ്ങൾ ഉൾപ്പെട്ട ആ സംഘം തന്നെയായിരുന്നു. അപ്പോൾ രാജശേഖരൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. കാരണം മദ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാവും എന്ന് കരുതി ഞാൻ തള്ളിക്കളഞ്ഞു. പക്ഷേ ഷാജിയെപ്പോലെ ഒരു കോമറേഡ്, ഈ സംസാരിക്കുമ്പോഴും ഒരു സഖാവ് തന്നെയായിരുന്നു ഷാജി കൂടി അത് പറഞ്ഞതോടുകൂടി എനിക്ക് ഈ പാർട്ടിയെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ധാരണകൾ അത് മാറ്റിമറിക്കപ്പെടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. കാരണം ആ കാലത്ത് തുടങ്ങിയതാണ്, 10-40 വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഈ SFIയിലും പാർട്ടിയിലുമുള്ള ഇത്തരം ഗ്രൂപ്പിസങ്ങളും വിഭാഗീയതയും. അതിൻ്റെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുന്നതും ആശയപരമായി വിയോജിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നതും അവസാനിപ്പിക്കുന്നതും ഇടിമുറികളിൽ രാഷ്ട്രീയ ശത്രുക്കളെ വകവരുത്തുന്നതും. ഈ ഘട്ടത്തിൽ ആ പഴയ ചരിത്രം ഒന്ന് പറയുന്നത് ഉചിതമാവും എന്ന് എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ പലരും വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇത് പങ്കുവയ്ക്കുന്നത്.